Bismillahirrahmanirrahim. Alhamdulillah, salatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in, amma ba'd. Assalamu alaikum warahmatullah. ടെലിവിഷൻ സീരീസും അവ തുർക്കിയിലെ സോഫ്റ്റ് പവർ ഡിപ്ലോമസിയിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് നമ്മളുടെ ചർച്ച. തുർക്കിയുടെ ചരിത്രത്തിൽ ധാരാളം ടെലിവിഷൻ സീരീസ് ഉണ്ടായിട്ടുണ്ട്. AK പാർട്ടിക്ക് മുമ്പും AK പാർട്ടി വന്ന് ഏകദേശം 2010 വരെയുള്ള കാലത്തെങ്കിൽ പോലും തുർക്കിയില്, പ്രത്യേകിച്ച് അറബ് ലോകത്ത്, സെൻട്രൽ ഏഷ്യൻ ലോകത്ത്, യൂറോപ്യൻ ഭാഗത്ത്, ലാറ്റിൻ അമേരിക്കൻ ഭാഗത്തെല്ലാം ഭാഗങ്ങളിലെല്ലാം ധാരാളം സീരീസുകൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തുർക്കി സീരീസുകൾ ഇപ്പം കോഷം സുൽത്താൻ പോലുള്ള, മാഗ്നിഫിഷന്റ് പോലുള്ള, സുലൈമാൻ കാനൂനിനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ, അതല്ലാതെ തന്നെ ഒരുപാട് സോപ്പ് ഓപ്പറകൾ, ടർക്കിഷ് സോപ്പ് ഓപ്പറകൾ ഇതിനു മുമ്പും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പറയുന്ന മെഹ്മദ് ബോസ്ദാഗിന്റെ നേതൃത്വത്തിലുള്ള, അല്ലെങ്കിൽ അതേ മെന്റാലിറ്റി ഉള്ള, അല്ലെങ്കിൽ അതേ ഒരു നാഷണലിസ്റ്റിക്കോ അല്ലെങ്കിൽ ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരുടെ ടെലി സീരീസുകൾക്ക് മുമ്പേ തന്നെ തുർക്കിയുടെ ധാരാളം സീരീസുകൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഭാഷകളിലും അതുപോലെ തന്നെ മലായ് പെനിൻസുലകളിലും ഇംഗ്ലീഷിലും വിവിധ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഡബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലധികവും സോപ്പ് ഓപ്പറകളാണ്. റൊമാൻറ്റിക്, ഹീറോ, അല്ലെങ്കിൽ ത്രില്ലർ, അല്ലെങ്കിൽ ഈ അധോലോക കഥകൾ നിറഞ്ഞതാണ് സാധാരണ ഈ പറയുന്ന തുർക്കിഷ് ടെലി സീരീസുകൾ. ആ ഒരു സാഹചര്യത്തിലാണ് AK പാർട്ടി ഭരണത്തിൽ വരികയും AK പാർട്ടിയുടെ ആശയത്തോട് ഒരു മുസ്ലിം കൺസർവേറ്റീവിസമാണ് AK പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി. അവര് കൺസർവേറ്റീവ് ഡെമോക്രസി എന്നാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു ആശയം ഉള്ള, അല്ലെങ്കിൽ ആ തുർക്കിയുടെ ഹെറിറ്റേജ്, അവരുടെ പൈതൃകം, അവരുടെ സംസ്കാരം, അവരുടെ ട്രഡീഷൻ, അവരുടെ മതബോധം, അതുപോലെ തന്നെ ഒരേ സമയം തന്നെ ഹൈബ്രിഡായ, യൂറോഷ്യനായ, യൂറോപ്പും അതുപോലെ ഏഷ്യൻ കൾച്ചർ ഒന്നിച്ച് മിക്സായ ഒരു സൊസൈറ്റിയാണ് തുർക്കി. ഇപ്പൊ ഇതെല്ലാം കൂടി ഈ പറയുന്ന വിവിധ സോഷ്യോ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റേഷൻ ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന, എന്നാൽ അതുപോലെ അതേ സമയം തന്നെ തുർക്കിയുടെ ആ ഒരു സാംസ്കാരിക പൈതൃകത്തെ, പ്രത്യേകിച്ച് മുസ്ലിം പൈതൃകത്തെ ഉയർത്തി കാണിക്കുക. അതുപോലെ തന്നെ അതുപോലെ തന്നെ വെസ്റ്റേൺ സീരീസുകൾ രൂപീകരിക്കുന്നത് പോലെ മസാല നിറഞ്ഞ, എക്സോട്ടിക് ആയ, സെക്ഷുവൽ ടച്ച് ഉള്ള, ഹൈലി വയലൻസ് ആയ, ഈ പറയുന്ന, അതായത് എയിംലെസ് ആയ വയലൻസ് ഉള്ള പലതരത്തിലുള്ള ടെലിവിഷൻ സീരീസുകൾക്ക് ബദൽ എന്ന നിലയിൽ മെഹ്മദ് ബോസാഗിനെ പോലുള്ള ആൾക്കാർ നിർമ്മിക്കാൻ തുടങ്ങിയതാണ് ഇന്നത്തെ തുർക്കിയുടെ ഈ പറയുന്ന ടെലിവിഷൻ സീരീസിലുള്ള പ്രധാന മാറ്റങ്ങളിൽ ഒന്ന്. അതിന് യൂനിസ് എംറെനെ കുറിച്ചുള്ള കഥകൾ, അതുപോലെ തന്നെ ഉസ്മാനിയ ഖിലാഫത്തിനെ കുറിച്ചുള്ള പായ് തഖ്ത് എന്ന് പറയുന്ന സീരീസ്, സുൽത്താൻ അബ്ദുൽ ഹമീദിനെ കുറിച്ചിട്ടുള്ള, അതല്ലാതെ തന്നെ ദിരിഷ് എർത്തുഗൽ എന്ന് പറയുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഉസ്മാൻ ഖാന്റെ പിതാവായ എർത്തുഗലിനെ കുറിച്ചുള്ള കഥ, ഉസ്മാൻ തന്നെ കുറിച്ചുള്ള കുർലുഷ് ഉസ്മാൻ എന്ന് പറയുന്ന, അവേക്കണിംഗ് ഉസ്മാൻ എന്ന് പറയുന്ന സീരീസ്. അതിനു മുമ്പ് ഇപ്പോൾ ഉയാനുഷ് ബുയൂക്ക് സെൽജൂക്ലു എന്ന് പറയുന്ന സെൽജൂക്ക് ഡൈനാസ്റ്റിനെ കുറിച്ചുള്ള സംഭവം, അതല്ലാതെ ഇപ്പോൾ ജലാലുദ്ദീൻ മെന്തിർമാൻ എന്ന് പറയുന്ന പുതിയ ഒരു സെൻട്രൽ ഏഷ്യൻ കിങ്ങിനെ കുറിച്ചുള്ള കഥ. അതിന്റെ കൂടെ തന്നെ ആധുനിക തുർക്കിയുടെ ചരിത്രത്തിൽ പുതിയ സീരീസുകൾ കൂടി പിടിക്കുന്നുണ്ട്. അതായത് മെഹ്മത് ചിക് എന്ന് പറയുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ അവസാന കാലത്ത് ഖിലാഫത്തിന് വേണ്ടി പടപൊരുതിയ പട്ടാള ഒരു കൂട്ടം പട്ടാള മേധാവികളെ കുറിച്ചുള്ള, പട്ടാളക്കാരെ കുറിച്ചുള്ള കഥ. അതുപോലെ തന്നെ ഇപ്പോൾ ഇസിം ലെസ്ലർ എന്നറിയപ്പെടുന്ന തുർക്കി നാഷണലിസം തന്നെ മുന്നോട്ട് വെക്കുന്ന, തുർക്കിയുടെ പ്രൊട്ടക്ഷൻ അതിനുവേണ്ടി പോരാടുന്ന ഒരു കൂട്ടം പട്ടാളത്തിന്റെ കഥ. അങ്ങനെ നിരവധി കഥകൾ ഒരേ സമയം തന്നെ പൈതൃകത്തെ, അതേസമയം തന്നെ മതബോധത്തെ, അതുപോലെ തന്നെ നാഷണലിസത്തെ, അതുപോലെ തന്നെ തുർക്കിയുടെ കൾച്ചറിനെ എല്ലാം ഒരുപോലെ മുന്നോട്ട് വെക്കാൻ കഴിയുക എന്നതാണ് ഈ പുതിയ ട്രെൻഡിന്റെ, ഈ പുതിയ സ്ട്രീമിന്റെ പ്രധാന പ്രത്യേകതകൾ.
ഇതിൽ നിന്ന് പുതിയ മാറ്റമാണ് അവർ ചെയ്തത്. അതായത് മുമ്പ് കോശം സുൽത്താനെ പോലെ മാഗ്നിഫിഷന്റിനെ പോലുള്ള സെഞ്ചുറി ആ സീരീസിലൊക്കെ ഹൈലി സെക്ഷൽ ആയിരുന്നു. അപ്പം അതാണ് ഉസ്മാനിയ ഖിലാഫത്തിന്റെ ചരിത്രം എന്ന് പറയുന്ന ഒരു ബോധം പറയുന്ന ലോകത്ത് സൃഷ്ടിച്ചപ്പോ അവരെ ആ കാലത്ത് കണ്ടിരുന്നത് അതായത് തുർക്കിയിലെ സെക്സ് ആൻഡ് സിറ്റി സീരീസ് എന്നൊക്കെയാണ് അതിനു മുമ്പ് കണ്ടിരുന്നത്. അത്രത്തോളം സെക്ഷുവൽ കണ്ടന്റ് ആയിരുന്നു. അതിന് പകരമായി അതിനെയൊക്കെ നേരെ എതിർത്തുകൊണ്ട് രൂപീകരിക്കപ്പെട്ട സീരീസുകളാണ് ഈ സീരീസുകൾ. അപ്പൊ ഇതിന്റെ ഒരു ഗുണം, അതായത് ഭരണകർത്താക്കൾ അതിന്റെ കൂടെയുള്ള ആൾക്കാർ റിലീജിയസ് പെർസ്പെക്റ്റീവ് മുസ്ലിം കൾച്ചറിനെ മുന്നോട്ട് വെക്കുന്നവരാകുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ആ ഫോളോ അപ്പ് അതിനെ പിന്തുടർന്ന പുതിയ തലമുറ ഈ തരത്തിലുള്ള സീരീസിനെ പടയ്ക്കുന്നതോടുകൂടി സംഭവിച്ചത് തുർക്കിയുടെ ലോകതലത്തിലുള്ള ഒരു ഇമേജ് മാറ്റമാണ് ഉണ്ടാവുന്നത്. അതായത് പൊളിറ്റിക്കലി ടർക്കിഷ് മോഡൽ എന്ന് പറയുന്ന ഒരു ചർച്ച രൂപപ്പെട്ടിരുന്നു. AK പാർട്ടി 2000 മുതൽ രൂപപ്പെട്ട് 2000 രൂപപ്പെടുകയും 2001 ഇലക്ഷനിലൂടെയും പിന്നെ ഇന്ന് വരെയും അധികാരത്തിലിരിക്കുന്ന AK പാർട്ടിയുടെ ആ ഒരു അധികാരക്രമത്തെയും അതുമായി ബന്ധപ്പെട്ട വിവിധ ചർച്ചകളെയും എല്ലാം ടർക്കിഷ് മോഡൽ എന്ന് പറയുന്ന ചർച്ച ചെയ്യുമ്പോൾ AK പാർട്ടി തുർക്കിയുടെ തന്നെ പൈതൃകത്തെയും കൾച്ചറിനെയും സംസ്കാരത്തെയും ഹിസ്റ്ററിയെയും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ പറയുന്ന സോഫ്റ്റ് പവർ ഡിപ്ലോമസി ടർക്കിഷ് മോഡലിന്റെ ഒരു അനുബന്ധ ഘടകമായി വായിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലൊക്കെ ഇത് കൂടുതൽ ഫേമസ് ആവാൻ അത് ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ്, അതിന്റെ ഭാഗമായി നമ്മുടെ മലയാളത്തിലേക്കും ഡബ് ചെയ്തത് കൊണ്ടാണ്. പക്ഷേ ഇത് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ സീരീസുകൾ ലാറ്റിൻ അമേരിക്ക, ബ്രസീലൊക്കെ ശക്തമായ, ബ്രസീൽ പോലുള്ള ഭാഗങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ ഭാഗങ്ങളിലൊക്കെ നല്ല വേരുള്ള സീരീസാണ്. യൂറോപ്യൻ ഭാഗങ്ങളിലുമുണ്ട്. തുർക്കിക് വംശജർ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സെൻട്രൽ ഏഷ്യൻ, ചൈനീസ്, സിൻജിയാങ് ഏരിയയിലും ഈ പറയുന്ന സീരീസിന് ശക്തമായ സ്വാധീനമുണ്ട്. അതല്ലാതെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളിൽ, മലായ് പെനിൻസുല ഭാഗങ്ങളിലും നല്ല ബന്ധമുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ മലായ് പെനിൻസുലയുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ആച്ചിനീസ് ഭരണകൂടങ്ങളുമായി ബന്ധപ്പെട്ടും മലായ് ഭാഗത്തെ വിവിധ രാജവംശങ്ങളുമായി ബന്ധപ്പെട്ടും ഉസ്മാനിയ ഖിലാഫത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തുർക്കി എന്ന് പറയുന്ന ഈ പുതിയ രാഷ്ട്രം ഇപ്പോഴും ഒരു ഇസ്ലാമിക മുസ്ലിം നേതൃത്വത്തിന്റെ ഭാവം നയിക്കാൻ പറ്റും എന്ന് പറയുന്ന തരത്തിൽ ചിന്തിക്കുന്നവരാണ് ഈ പറയുന്ന പ്രദേശങ്ങളിലെ മുസ്ലിം സംഘടനകളിലും എല്ലാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാടുകളിലും സൗത്ത് ഏഷ്യൻ നാടുകളിലും ലാറ്റിൻ അമേരിക്കൻ നാടുകളിലും വെസ്റ്റേൺ നാടുകളിലുമെല്ലാം. അതിൻ്റെ മറ്റൊന്ന് ഈ സീരീസിലെ കണ്ടന്റാണ്. ഒരേ സമയം തന്നെ തുർക്കിയെ ഒരു പൊളിറ്റിക്കലി, കൾച്ചറലി, റിലീജിയസ്ലി ഒരു ഔന്നത്യത്തിൽ വെക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതേസമയം തന്നെ തുർക്കിയിലെ പ്രധാന സവിശേഷതകളിലൊന്നായ ഈ തസവുഫിനെ അവർ മുന്നോട്ട് വെക്കാൻ കഴിയുന്നുണ്ട്. അതായത് തസവുഫിനെ മനഃപൂർവ്വം മുന്നോട്ട് വെക്കുകയല്ല, കാരണം തുർക്കിയിൽ ആകെ ഉള്ളത് തസവുഫാണ് എന്നുള്ളതാണ്. അവരുടെ ചരിത്രത്തിൽ ഇപ്പോൾ ഉസ്മാനിയ ഖിലാഫത്തിന്റെ വളർച്ചയിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചത് ഈ പറയുന്ന അബ്ദാലുമാരാണ്. അതുകൊണ്ടാണ് പുതിയ കുർലിഷ് ഉസ്മാനില് ദുമ്രുൽ അബ്ദാലിനെ പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ എർത്തുഗുലിന്റെ ചരിത്രത്തിലും ഈ ഉസ്മാനിയ ഖിലാഫത്തിന്റെ തുടക്കം തന്നെയും കാണിക്കുന്നത് പ്രത്യേകിച്ച് ഈ ബെക്തഷി സൂഫി സിൽസിലയുടെ സ്വാധീനമാണ്. അതുകൊണ്ട് തന്നെയാണ് ധാരാളം സൂഫികൾ അവരുമായി ചേർത്ത് കാണിക്കുന്നത്. അതുപോലെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ ആകമാനം സ്വാധീനം ചെലുത്തിയ പൊളിറ്റിക്കൽ ഫിലോസഫി വർദ്ധിപ്പിക്കുന്നതിനും ഖിലാഫത്തിന്റെ ലെജിറ്റിമസി ഉറപ്പിക്കുന്നതിനും നിയമസാധുത ഉറപ്പിക്കുന്നതിനും പ്രധാന ഭാഗവാക്കായത് ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബിയുടെ ചിന്തകളാണ്. അതുകൊണ്ടാണ് ഇബ്നു അറബിയെ ആകമാനം ദിരുലുഷ് എർത്തുഗൽ ചിത്രീകരിക്കുന്നത്. അതുപോലെ തന്നെ ഷെയ്ഖ് എദബാനി എന്ന് പറയുന്നത് ഉസ്മാൻ ഖാന്റെ ജീവിതത്തിലെ പ്രധാന റോള് വഹിച്ച ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെയും പ്രധാന കഥാപാത്രമായി ചിത്രീകരിക്കുന്നത്. അങ്ങനെ ഇബ്നു അറബിയും അതുപോലെ തന്നെ ദുമ്രുൽ അബ്ദാലുകളെ പോലുള്ള ആൾക്കാരും ഷെയ്ഖ് എദബലിനെ പോലുള്ള ആൾക്കാരും ഇതുപോലെ ഇവരുടെ ചിന്തകളൊക്കെയും സൂഫി സിൽസിലകളിലെ അവരുടെ പ്രധാന ആൾക്കാരെയെല്ലാം ഉസ്മാനി ആദ്യം ബെയ്ലിക് എന്നാണ് വിളിക്കുന്നത്. ഇവരുടെ
നമ്മൾ ഈ ട്രൈബൽ സൊസൈറ്റിയെ പോലെ അവർ വിളിക്കുന്ന ബെയ്ലിക് എന്നാണ്. അവരുടെ വളർച്ചയിൽ പ്രധാന ഭാഗവക്കായിരുന്നു അവര്. അത് മാത്രമല്ല ഒരു തരത്തിലുള്ള പാരാമിലിറ്ററി വിങ്ങും കൂടിയായിരുന്നു ഈ പറയുന്ന ത്വരീഖത്തുകൾ കൂടി. അത്രത്തോളം ഖിലാഫത്തിന്റെ ആകെ മൊത്തം ചരിത്രത്തിലെ രാഷ്ട്രീയത്തിലെ സുപ്രധാന വിങ്ങായി സൂഫി ത്വരീഖത്തുകൾ മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ സൂഫി ത്വരീഖത്തിലെ പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. കാരണം അത് ഏച്ചു കെട്ടുകയല്ല, അത് യാഥാർത്ഥ്യമാണ് ചരിത്രപരമായി. അതാണ് ഒന്ന്. മറ്റൊന്ന്, സ്വാഭാവികമായും സൂഫി ത്വരീഖത്തുകളാകുമ്പോൾ ഇവരുടെ പ്രധാന സവിശേഷത നസീഹത്തുകളാണ്. നസീഹത്ത് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. നമുക്കറിയാം നസീഹത്തുൽ മുൽക്ക് എന്ന് പറയുന്ന ഇമാം ഗസാലിന്റെ രചനയുണ്ട്. ഇപ്പോൾ ഉയാനിഷ് ബുയുക് സെൽജൂക്കിൽ എന്ന് പറയുന്ന സീരിയൽ ഇമാം ഗസാലിനെയും അതുപോലെ തന്നെ ഷെയ്ഖ് ഹമദാനിനെയും ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിസാമുൽ മുൽക്കിനുള്ള ഒരു ഉപദേശ നിർദ്ദേശമായിട്ട് കൊടുക്കുക. അതുകൊണ്ട് നസീഹത്ത് എപ്പോഴും പൊളിറ്റിക്കലി ഒരു ടൂളായിട്ട് ഇസ്ലാമിക ചരിത്രം നമുക്ക് നിരന്തരം ഒരുപാട് രചനകൾ തന്നെ അതിന്റെ പേരിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന നസീഹത്ത് ആ ഖിലാഫത്ത് അല്ലെങ്കിൽ അവരുടെ സൽത്തനത്തിനെ, അവരുടെ മംലക്കത്തിനെ, അവരുടെ ഭരണകൂടത്തെ താങ്ങി നിർത്താൻ പറ്റുന്ന ഒരു പ്രധാന ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ അതിൽ പുതുതായി നമ്മുടെ മുന്നിലേക്ക് ചിത്രീകരിക്കുമ്പോൾ ഇത് തുർക്കിയുടെ റിലീജിയസ് പെർസ്പെക്റ്റീവിനെ വിശാലമാക്കാൻ ഈ പറയുന്ന നസീഹത്തുകൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഇപ്പൊ എർദോഗാന്റെ പ്രസംഗങ്ങൾ പോലെ AK പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ പ്രസംഗങ്ങളെല്ലാം ഈ പറയുന്ന സൂഫി തത്വചിന്തകൾ പ്രധാന ഭാഗങ്ങളാണ്. അവരുടെ ഇപ്പം മംഗോളുകളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ പറയുമ്പോഴും സൂഫികളുടെയൊക്കെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് എർദോഗാന്റെ പ്രഭാഷണങ്ങളെല്ലാം. അപ്പം ആ ഒരു തരത്തിൽ തസവുഫിന്റെ സുപ്രധാനമായ റോള് ഈ സീരീസ് കാണിക്കുന്നത് ആധുനിക തുർക്കിയുടെ ചരിത്രത്തിലും അവരുടെ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലും തസവുഫിനുള്ള പ്രധാന റോള് ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരു മധുര പ്രതിഹാരവും കൂടിയാണ് ഒരു തരത്തിൽ. അതായത് മുസ്തഫ കമാൽ പാഷ മുതൽ ഏകദേശം 1950 വരെയും ശക്തമായ സപ്രഷൻ നിലനിന്ന സാഹചര്യത്തിൽ ആ സാഹചര്യത്തിലെല്ലാം സകലവിധ മുസ്ലിം മാനങ്ങളെയും അടിച്ചമർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന ചർച്ചകളൊക്കെ തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ സീരീസുകളെല്ലാം തസവുഫും മതമാനങ്ങളും ശക്തമായ ഒരു റോളായി തിരിച്ചു വരികയും ചെയ്യുന്നത്. ഇപ്പൊ സാധാരണ പൊളിറ്റിക്കൽ ഫിലോസഫിയിലൊക്കെ നമ്മൾ പോസ്റ്റ് സെക്കുലറിസ്റ്റ് അപ്രോച്ച് എന്നൊക്കെ വേണേൽ പറയാം. കാരണം തുർക്കിയുടെ ചരിത്രത്തിൽ അത് വളരെ യാഥാർത്ഥ്യമുള്ള വിഷയമാണ്. ഫ്രഞ്ച് സെക്കുലറിസം നടപ്പിലാക്കിയ ഏകദേശം 2000 വരെയുള്ള പശ്ചാത്തലത്തിൽ നിന്ന് പക്ക ഒരു മുസ്ലിം ഡെമോക്രസിയിലേക്ക് സൊസൈറ്റിനെ കൊണ്ടുപോവാനും മുസ്ലിം കൾച്ചർ അവരുടെ പാരമ്പര്യം പൈതൃകത്തെക്കുറിച്ചും സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം AK പാർട്ടിക്ക് ഒരുക്കി എന്നുള്ളത് ലോകതലത്തിൽ AK പാർട്ടിക്ക് കിട്ടിയ സ്വീകാര്യതകൾ ഒന്നാണ്. അത് ഈ സോഫ്റ്റ് പവർ ഡിപ്ലോമസി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പം ഹ്യൂമാനിറ്റേറിയൻ വർക്ക്സ്, ഇപ്പൊ സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് ആർട്സ്, സയൻസ് ഇതേപോലെ വിഷയങ്ങൾ മാത്രമല്ല, ഡിപ്ലോമസിയിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ലോകങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലും ഹ്യൂമാനിറ്റേറിയൻ വർക്ക്സിലും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ അവരുടെ ആ രാഷ്ട്രങ്ങൾ ഇടപെടുകയും അവിടെ ഉണ്ടാക്കുന്ന ആഭ്യന്തര മാറ്റങ്ങളിലുമെല്ലാം ഡിപ്ലോമസി സോഫ്റ്റ് പവർ വർക്ക് ചെയ്യാറുണ്ട്. ആ തരത്തിലൊക്കെ ഇപ്പോൾ AK പാർട്ടിയുടെ ഭരണകാലത്തിൽ വളരെ പോസിറ്റീവായ ലെവലിൽ മുസ്ലിങ്ങൾക്കിടയിൽ, മുസ്ലിം ജനമനസ്സുകൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ AK പാർട്ടിക്ക് കഴിയുന്നതും ഈ സീരീസുകൾ പ്രധാന കാരണങ്ങൾ ആയി മാറിയിട്ടുമുണ്ട്. അതായത് ഒരു വിദേശ ശക്തിയെ തങ്ങളുടെ ഭാഗത്തേക്ക് വന്ന് ഇടപെടുമ്പോൾ ആൾക്കാർക്ക് സ്വീകരിക്കണമെങ്കിൽ ആ ശക്തിയെക്കുറിച്ചുള്ള ഇമേജ് സുന്ദരമാവണം. ആ ഇമേജ് സുന്ദരമാക്കാൻ AK പാർട്ടിക്കോ അല്ലെങ്കിൽ എർദോഗാന്റെ ഭരണഘടനയ്ക്കും എർദോഗാന്റെ ചിന്ത പേറുന്ന ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ സീരീസുകൾ തുർക്കിയുടെ സമകാലിക ചരിത്രത്തിലും അതുപോലെ തന്നെ ഭാവി രാഷ്ട്രീയ ചരിത്രത്തിലും സുപ്രധാനമായ റോള് വഹിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. അസ്സലാമു അലൈക്കും.